ആ എങ്ങനെയാണോ ക്ലൗഡ് എത്ര കാനോ അപ്പൊ ഫ്ലൈറ്റ് ക്ലൗഡിന്റെ ഉള്ളിൽ കൂടി പോണില്ലേ? എന്തേ പറയണേ? നമ്മള് മേലെ നോക്കുമ്പോ താഴെ ഫുള്ള് ക്ലൗഡ് അല്ലേ? അപ്പൊ അത് പാറമാരിയുള്ളതാണെന്നുണ്ടെങ്കിൽ അതിമ്മ ഫ്ലൈറ്റ് അടിക്കുമ്പോ സയന്റിഫിക്കലി എന്ത് പറയുന്നത് ക്ലൗഡിനെ കുറിച്ച് എന്താ പറയുന്നത് വ്യക്തമാക്ക്. ക്ലൗഡിനെ കുറിച്ച് എന്താ പറയുന്നത് എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട്. മുൻപ് സംഭവം ഉണ്ട്. മേഘങ്ങള് ഭാരമുള്ള ഒരു ഭാരം ഉണ്ടല്ലേ? 500 ടണ്ണ് അറിയില്ല. അപ്പൊ ഫ്ലൈറ്റ് കുലുങ്ങുന്നില്ലടാ. 500 ടൺ ഇച്ചിരി കൂടുതലല്ലേ ഏട്ടായി? ശരി, അതിപ്പോ സയൻസ് പറഞ്ഞാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ശ്രദ്ധിക്ക്. ഫ്ലൈറ്റിൽ നിന്ന് ചാടുന്നവരൊക്കെ അല്ലേ ക്ലൗഡിന്റെ ഇടയിൽ കൂടെ? അങ്ങനത്തെ വീഡിയോസ് ഉണ്ട് നിങ്ങൾ? ഈ മേഘത്തിന് അത്രയും കനമുള്ള ഒരു ഹാർഡ് സംഭവമാണെന്നുണ്ടെങ്കിൽ സീനാവണ്ടേ? സീനാവണ്ടേ? എന്താണ് മേഘം ഹാർഡാണെന്നുണ്ടെങ്കിൽ ഹാർഡാണ്. കിലോഗ്രാം ഏതായാലും അതൊക്കെ എങ്ങനെയാണ് ഫോം ആവണത് നോക്കാം. അമീറിന്റെ അടുത്ത് ഉണ്ട് കേട്ടോ സാധനം. അമീറിന്റെ അടുത്തൊന്നും ഇല്ല. അമീർ ബേസിക്, അമീർ ഒന്നും പറഞ്ഞിരുന്നില്ലേ? അമീറിനോട് ബേസിക് ആയിട്ടില്ല ഞാൻ ചോദിക്കുകയാണ്. ഇത് എങ്ങനെയാണ് മേഘം ഉണ്ടാവുന്നത്? എങ്ങനെ അന്തരീക്ഷത്തില് ജലാംശം നീരാവിയായിട്ട് മേലോട്ട് പോയി. ഓക്കെ, എന്നിട്ട് മേലെ പോയിട്ട് മേഘത്തിലൊട്ട് എങ്ങനെ മേഘങ്ങളായി ബന്ധപ്പെടും. എന്നിട്ട് അവർ ഫാമിലി ആവും. എന്നിട്ട് അത് കാർമേഘം. അതിലെങ്ങനെ കാർമേഘം വരുന്നപ്പോഴേ കാർമേഘങ്ങളായിട്ട് ഭൂമിയിലേക്ക് ഇങ്ങനെ പതിക്കും. അപ്പൊ അത് മഴയായിട്ട് ഇങ്ങനെ വരും. എന്താണ് മഴ? എന്താ മഴ തന്നെ മഴയാണ് ബന്ധപ്പെട്ട് ഇതില്ലേ എന്താ പറയാ, അത് ആവിയായിട്ട് ഇങ്ങനെ ഭൂമിക്ക് ഇങ്ങനെ ഒറ്റുമ്പോഴാണ് അത് മഴയായിട്ട് ഇതാക്കുന്നത്. അതിന്റെ കുട്ടികളാണെങ്കിൽ മരങ്ങളായിട്ട് വരില്ല. അപ്പോ മരങ്ങള് എന്താ വെച്ചാൽ മരങ്ങള് ഒരു തണലാണ് ആർക്ക്? എല്ലാവർക്കും. ഇപ്പൊ നമ്മള് കിടക്കുന്ന ഒരു അറിയോ? എന്താ വീഡിയോ